ഇര തേടി ഇറങ്ങുമ്പോഴാണ് പലപ്പോഴും പാമ്പുകൾ മനുഷ്യന്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോഴും വെളിച്ചം കുറവുള്ള ഇടങ്ങളിൽ തന്നെയാകും ഇവ പതിയിരിക്കുക. ജനവാസ മേഖലയിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഏറെ പേരെ ഭയചകിതരാകും. ഹലോ, എവിടെ ജാം ആണോ? ഞാനൊരു അരമണിക്കൂർ 10-20 മിനിറ്റ് ആവും എത്താം. അമ്മമ്മ എവിടുന്ന മാമേ പാമ്പിനെ കണ്ടത്? പാമ്പിനെ കണ്ട ഈ ഭാഗത്താ. വലിയ പാമ്പായിരുന്നോ മാമേ? ഒരുമാതിരി വലുതായിരുന്നു. എന്തോ പാമ്പാന്ന് തോന്നുന്നു മനസ്സിൽ കണ്ടിട്ട്. മൂക്കൻ. എപ്പോഴാ കണ്ടത്? എത്ര നേരമായി? ഒരു 12:45 ഞാൻ പട്ടിയെ കൊണ്ട് അങ്ങോട്ട് പോയതാ. അങ്ങോട്ട് തിരിച്ചു വന്നപ്പോ ഈ പട്ടി ഓടി വന്ന് മണപ്പിക്കുന്നുണ്ടോ നോക്കിയപ്പോ പാമ്പ് ഇങ്ങനെ 10 വിടർത്തി നിൽക്കുന്നു. ഈ അയ്യത്തൊക്കെ മട്ടലൊക്കെ അല്ലേ സാധാരണ പാമ്പുകളൊക്കെ ഉണ്ട്. ആറ്റിൽ നിന്നൊക്കെ കയറി വരുന്നത് ഒക്കെ. പിന്നെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ അപ്പുറത്തുനിന്ന് ഒരു പെരുമ്പാമ്പിനെ പിടിച്ചു, വലിയൊരു പെരുമ്പാമ്പിനെ. പാടത്തും പറമ്പിലും മാത്രമല്ല, വീട്ടിലും കോഴിക്കൂട്ടിലുമെല്ലാം പാമ്പുകൾ കയറിയെന്ന് വരാം. ചിലപ്പോൾ ഹെൽമെറ്റിലും വണ്ടിയിലും വരെ ഒളിച്ചേക്കാം. തണുപ്പും മറവും തേടിയുള്ള യാത്രകളാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നത്. നമ്മുടെ കുമ്പളാമ്പിയിലൊരു അച്ഛൻ്റെ വണ്ടിക്കകത്ത് റോഡിൽ നിന്ന് പോയ സമയത്ത് വണ്ടിയിൽ ഗ്ലാസ്സിലൊരു പാമ്പ് വീണു. അങ്ങനെ ആ പാമ്പിനെ എടുക്കാൻ വേണ്ടി ഞാൻ കുമ്പനാട്ട് പോയി. കുമ്പനാട്ട് ചെന്ന് കഴിയുമ്പം കാണാനില്ല വണ്ടിക്കകത്ത്. അച്ഛനൊപ്പം പേടിച്ച് വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും അവസാനം ആ അച്ഛന് അവിടെ നോക്കി ഞാനും എൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ നോക്കിയപ്പോൾ ആ ബോണറ്റിൻ്റെ അടിയിൽ ഒരു എയർ ഹോൾ പോലിരിപ്പുണ്ട്. അതിനകത്ത് കയറിയിരുന്നു. പിന്നെ അതിനെ അവിടുന്ന് പിടിച്ചു. ചങ്കുവരേനായിരുന്നു. പക്ഷേ കുഴപ്പം പേടിക്കാനുള്ളതല്ലായിരുന്നു. മൂർഖനും പെരുമ്പാമ്പുമെല്ലാം ജനവാസ മേഖലയിൽ ഇപ്പോൾ സാധാരണ കണ്ടുവരാറുള്ള ഇനങ്ങളായി മാറിയിട്ടുണ്ട്. പെരുമ്പാമ്പുകൾ സാധാരണ വേഗം കുറച്ച് നീങ്ങുന്നവയാണ്. എന്നാൽ മൂർഖനെ കാര്യമായി കരുതിയിരിക്കണം. ഇത് 1 മാസം വരെയൊക്കെ ആഹാരം കഴിക്കാതെ തന്നെ കിടക്കും. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആഹാരം കഴിക്കാതെ 10-15 ദിവസം കഴിഞ്ഞാലും ഇത് പാമ്പ് കിടക്കുന്നതാണ്. പെരുമ്പാമ്പ് പാമ്പിനെ കണ്ടാൽ വനംവകുപ്പിന്റെ സഹായം തേടുകയാണ് വേണ്ടത്. ഉദിമൂട് സ്വദേശി മാത്യു വി ജോർജിനെ പോലെ പരിശീലനം നേടിയ വ്യക്തികളെയും സമീപിക്കാം. സതീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.